ഹായ്. ഇപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ നമ്മുടെ ഇടുക്കി ഡാം വരെ പോകാമെന്നോർത്ത് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ണപ്പുറം കൂടി നേരെ മല കയറിയാണ് പോകുന്നത്. അപ്പോൾ വണ്ണപ്പുറം നമ്മൾ എത്താറായി. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഞാൻ മല കാണിക്കാമെന്നോർത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ്ടോ ഈ മല കണ്ടോ, അതേ കണ്ട മല. ആ മല കയറി ഇറങ്ങിയാണ് ചേലച്ചൂട് ചെല്ലണത്. ചേലച്ചൂടെന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ ഇടുക്കിക്ക് പോകണത് കേട്ടോ. അപ്പം നമ്മളിത് നേരിമംഗലം റൂട്ടല്ല, ഇത് നമ്മൾ കോതങ്കലത്തുനിന്ന് പൈങ്ങൂട്ടൂര് കൂടി വണ്ണപ്പുറം കൂടി വണ്ണപ്പുറത്തുനിന്ന് മല കയറി ഇറങ്ങി പോകുന്ന റൂട്ടാണ്. അത് ചേലച്ചൂട് എന്ന് കയറും. നമ്മളങ്ങനെ വണ്ണപ്പുറം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ കയറി പോകിയാൽ മല കയറി നമ്മൾ കഞ്ഞിക്കുഴി കൂടി ചേലച്ചൂട് ചെന്ന് കയറും. ഇവിടുന്ന് റൈറ്റ് പോവുകയാണെങ്കിൽ റൈറ്റ് പോയാൽ തൊമ്മൻകുത്തിനും പിന്നെ തൊടുപുഴയ്ക്കും പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരാണ് കയറി പോകുന്നത്. നേരെ അങ്ങോട്ടേക്കാണ് പോണത്. ആപ്പടക്കണുണ്ടോ അങ്ങോട്ട്, ആ വഴി പോയി നേരെ മല കയറി കഞ്ഞിക്കുഴി കൂടി ചേലച്ചൂട് ചെന്നവിടാണ്. ചേലച്ചൂടിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഇടുക്കി ഡാം ചെറുതോണിയാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണും വഴിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ മല കയറാനായിട്ട് എത്താറായിട്ടുണ്ട്. ഇതാണ് മല, നിങ്ങൾ നോക്കിയോ. ഉണ്ടോ, നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രയും വ്യൂ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നല്ല രീതിയിലുള്ളൊരു മലയാണ്. അപ്പോൾ നമ്മൾ മല കയറാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളങ്ങനെ മല കയറി തുടങ്ങി. ഒരു ഹെയർ പിൻ വളവ് കഴിഞ്ഞു, അടുത്ത ഹെയർ പിൻ വളവ് എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ ചെറിയൊരു വ്യൂ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കമ്പകക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്തായാലും പുറത്തുനിന്ന് തന്നെ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റ്. ഇത് നമുക്ക് ഇതുപോലത്തെ റൂട്ടുകളിലുള്ള യാത്രകളുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു അനുഭൂതിയായിരിക്കും. കാരണം നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളും. ഇടുക്കി ജില്ലയിലേക്ക് യാത്ര ചെയ്താൽ എപ്പോഴും നമുക്കൊരു അതിൻ്റെ സുഖം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു ചായ വേണമെങ്കിൽ കുടിക്കായിരുന്നു. ഫ്രണ്ടിലൊരു ഹീറോ ഹോണ്ടയില് പിള്ളേർ പോകുന്നുണ്ട്. ഇവിടെ ഉള്ള പിള്ളേരാണെന്ന് എനിക്കറിയാൻ പാടില്ല, അതാ ട്രിപ്പായിട്ട് പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. ട്രിപ്പ് പോകണ രീതിയിലാണ് പോകണം. പിള്ളേരായിരിക്കാം, അറിയത്തില്ലാടോ. അന്യ കൊക്ക പോലെ കിടക്കുക റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ. നമ്മളിപ്പോ കുറെ കയറി പോകുന്നു കയറ്റം. ഇനിയും കണ്ടോ, ഇനിയും കുറെ കിടക്കുക കയറാനായിട്ട്. നമ്മളൊരു ഹെയർ പിൻ വളവിലേക്ക് എത്തി. വീണ്ടും കയറി മഹീന്ദ്ര താർ. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണേ. നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ യാത്രകളെ സ്നേഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ.
നമ്മൾ ഒരു മലയുടെ പകുതി കയറി പിന്നെ അവിടുന്ന് ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഇഷ്ടം പോലെ പിള്ളേരെ കണ്ടത് പാർട്ടീസ് ടീംസ് എവിടെ നിന്നൊക്കെയോ വന്ന ടീംസാണ്. വമ്പൻ ടീംസൊക്കെയാണ് വന്നത്. മൂന്നാറിന് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. കണ്ടോ ആ മുകളിലേക്ക് കണ്ട മല കണ്ടോ? ആ മല വീണ്ടും കയറി ഇറങ്ങിയാലാണ് നമ്മൾ അടുത്ത ചേലച്ചൂട് എത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇതാണ് വെൺമണി എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം നമ്മൾ വെൺമണി എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് നമ്മളെ കഞ്ഞിക്കുഴിന്ന് ചേലച്ചൂട്, അവിടുന്ന് റൈറ്റ് നേരെ ചെറുതോണി ഇടുക്കി. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഞ്ഞിക്കുഴിയിലാണ്. ഇപ്പോൾ വെൺമണി കഴിഞ്ഞാൽ അടുത്ത സിറ്റി ആയിട്ടുള്ളത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് കഞ്ഞിക്കുഴിയിൽ നിന്ന് നേരെ പോയാൽ ചെന്ന് കയറുന്നത് ചേലച്ചൂട്. അതിന് മുമ്പ് ഒരു ചെറിയൊരു ഇതോടെ ഉണ്ടോയെന്ന് എനിക്ക് ഒരു ചെറിയൊരു സിറ്റോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ എവിടെയെങ്കിലും കയറി ഒരു ചെറു ചായയും കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ടിരിക്കുന്നു ഞാൻ. നമ്മൾ ഏകദേശം കഞ്ഞിക്കുഴി കഴിഞ്ഞ് ചേലച്ചൂട് അവധിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്തിയാണ്. വേണ്ട നല്ല അടിപൊളി മലനിരകൾ സെറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിക്കണം. ഇതാണ് ചേലച്ചൂട്. റോയൽ സിൽക്സ്, റോയൽ മാർട്ട് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അടിമാലിയും, ഇവിടുന്ന് റൈറ്റ് പോയാൽ ചെറുതോണിയാണ്. നേരെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ചെറുതോണിക്ക് ഞാൻ പോവുകയാണ് ഇവിടുന്ന്. അപ്പം നമ്മുടെ ചേലച്ചൂട് എത്തിയപ്പോൾ ഇപ്പം കഞ്ഞിക്കുഴിയിൽ നിന്ന് അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമില്ല ഇങ്ങോട്ടേക്ക്. ഇതിൻ്റെ ഇടയിൽ വലിയ കാര്യമായിട്ടുള്ള സിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഞ്ഞിക്കുഴിയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളത് ചേലച്ചൂട് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ചേലച്ചൂട് നേരെ പോയി കഴിഞ്ഞാൽ ചെറുതോണി നേരെ താഴേക്ക്, ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് കയറ്റം കയറി പോയി കഴിഞ്ഞാൽ അടിമാലിക്കാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ ഈ രണ്ട് മലകളുടെ അപ്പുറത്താണ് ഇടുക്കി ഡാം വരുന്നത്. ഒന്ന് കുറുവൻമലയും പിന്നെ ഒരു മല പേര് ഞാൻ മറന്നുപോയി. ആ രണ്ട് മലകളെ ഉള്ളിൽ കൊള്ളിച്ചുകൊണ്ട് ഇതിൽ ഒരു സൈഡിൽ നിന്നൊരു മലയാണ്. ഇതിൻ്റെ വേറെ അപ്പുറം കിടക്കുന്ന മലയുടെ ഉള്ളിലാണ് ഈ ഇടുക്കി ഡാം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതോണി കഴിഞ്ഞു. ചെറുതോണിയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ കഴിഞ്ഞ് 1 കിലോമീറ്ററും കടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മല കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനായിട്ട് ഒരു വീഡിയോ എടുത്താൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൽ ചെന്നിട്ട് കാണാം. ചെറിയൊരു സ്ഥലമാണ് ഇടുക്കി. ഇവിടുത്തെ ഇടുക്കി ജില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടുക്കി സ്ഥലം ചെറിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ മെയിൻ സിറ്റി ചെറുതോണിയാണ് കേട്ടോ. ഇതാണ് ഇടുക്കി. ഇതാണ് ഇപ്പം കഴിഞ്ഞതാണ്. ഇത്ര ഉള്ളൂ ഇടുക്കി ഭാഗം. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഇത്ര ഉള്ളൂ. ചെറുതോണിയാണ് ഇതിൻ്റെ മെയിൻ സിറ്റി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തേക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇടുക്കി ഡാം. ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ് മൊത്തം ഏരിയ. അതിനകത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാരണം വേറെ അകത്തുനിന്ന് കാണാനൊന്നും പറ്റില്ല. തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്.